എടാ പോരാടുക, നീ വിജയിക്കും. ഇനി ആരെങ്കിലും പോക്സോ കേസുമായിട്ട് വരുമോ? പോക്സോ കേസ് വരാനാണെങ്കിൽ നിരവധി തവണ ഉണ്ടാകേണ്ടതാണ്. ലിംഗം ഭാഷാപരമായ ലിംഗമുണ്ട് അല്ലെ, സ്ത്രീലിംഗം പുരുഷലിംഗം. ഞാൻ പറഞ്ഞ ലിംഗമാണ്, അല്ലാതെ മറ്റേ ലിംഗമായിട്ട് ചിന്തിക്കരുത്. സൗന്ദര്യം ഉണ്ടാക്കുന്ന മേക്കപ്പ് ചെയ്യുന്ന പെണ്ണുങ്ങളെ അടിപ്പിക്കാനും പെണ്ണുങ്ങൾ സൗന്ദര്യം ഉണ്ടാക്കുന്ന ആണുങ്ങളെ അടിപ്പിക്കാനാണ്. അത് നഷ്ടപ്പെട്ടു പോകത്തില്ല. ഞാൻ ഇച്ചിരി മസിലൊക്കെ വേണ്ടേ, പിള്ളേരുടെ ഫോണിൽ ഒലിപ്പിക്കാറുണ്ടല്ലേ? ഇല്ല അല്ലല്ല, അതെ 30 വയസ്സ് 46 പ്രണയം ഉണ്ടായിരുന്നു ഈ ഫോണില്ലാത്ത കാലഘട്ടം. ഞാൻ രാജാവല്ലേ എൻ്റെ നാട്ടിൽ. ബോംബ് ഉണ്ടാക്കാൻ അറിയാല്ലേ? ബോംബ് ഉണ്ടാക്കേണ്ടി വരുന്നത് ബോംബുള്ള മനുഷ്യർ നമുക്ക് നേരെ വരുന്നതുകൊണ്ട്. ഇവിടെയാണ് മലയാള സിനിമ ആദ്യം ഉണ്ടാകുന്നത്. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാകുന്നത് ഇവിടെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തട്ടിപ്പിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ജാതി ദൈവങ്ങളാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭരിക്കുന്നത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അയ്യങ്കാളി. ഈ മണ്ണിൻ്റെ അവകാശി ദളിതരാണ്. SNDP-കാർ ഗുരുവായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. SNDP ഉണ്ടാക്കിയത് നാരായണ ഗുരുവായിട്ട് യാതൊരു ബന്ധവുമില്ല. നാരായണ ഗുരു ഉണ്ടായ വാവട്ട് സഭയാണ്. ക്രൈസ്റ്റുകളുടെ ഇടയിൽ ശിവനുണ്ട്, പിന്നെ ഇസ്ലാമികളുടെ ഇടയിൽ ശിവനുണ്ട്. ശിവ എന്ന് പറഞ്ഞാൽ ജീവൻ എന്നേ അർത്ഥമുള്ളൂ. ശിവം ജീവൻ, അതിൻ്റെ വള്ളി പോയ ശവം, അത്രേ ഉള്ളൂ. ഇപ്പം ആടുജീവിതത്തിൽ ബ്ലസ്സി വിളിച്ചായിരുന്നു പൃഥ്വിരാജിന് പകരം ഒന്ന് അഭിനയിക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ശരീരം രൂപപ്പെടുത്താൻ കുറേ സമയം എടുക്കണം. അല്ല ഇപ്പം ഭയങ്കര പരിപാടിയൊക്കെ ഉണ്ട്, ഞാനത് ഇഞ്ചെക്ട് ചെയ്ത് തരാം, അസ്ഥിയാക്കി തരാം, പിന്നെ ടെക്നോളജി ഇല്ല. ഞാൻ പറയാം അങ്ങനെ ഞാൻ സിനിമ അഭിനയിക്കുകയല്ല, ബ്ലസ്സി സാറ് വീട് വേറെ വല്ലവരും പിടിക്കാൻ പറയും. അങ്ങനെയാണ് പൃഥ്വിരാജിന് ചാൻസ് കിട്ടിയത്. അപ്പം ഞാൻ എൻ്റെ ശരീരം പൃഥ്വിരാജിനെ തോൽപ്പിക്കാൻ വേണ്ടി കണ്ട അസ്ഥി മാത്രമേ ഉള്ളൂ. നമസ്കാരം. വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യൻ്റെ കഥയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കാണേണ്ടതും കേൾക്കേണ്ടതും അറിയേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഈ മനുഷ്യൻ. നമുക്ക് നേരിട്ട് തന്നെ കാണാം. നമസ്കാരം. നമസ്കാരം. രുദ്രാദിലീപ് എന്ന് കേട്ടപ്പോൾ ഇങ്ങനെയല്ല. രുദ്രാദിലീപ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിട്ടുള്ളത് സോഷ്യൽ മീഡിയ അറിഞ്ഞിട്ട് ഈ ഒരു ലുക്കല്ല, ഈ ഒരു കോലമല്ല. എന്താണ് ഇത് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിയത്? ശരീരഭാഷ കണ്ടിട്ടാണ്. അസ്ഥിയാണ്. ഇപ്പോൾ ആടുജീവിതത്തിൽ ബ്ലസ്സി വിളിച്ചായിരുന്നു പൃഥ്വിരാജിന് പകരം ഒന്ന് അഭിനയിക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ശരീരം രൂപപ്പെടുത്താൻ കുറേ സമയം എടുക്കണം. അല്ല ഇപ്പം ഭയങ്കര പരിപാടിയൊക്കെ ഉണ്ട്, ഞാനത് ഇഞ്ചെക്ട് ചെയ്ത് തരാം, അസ്ഥിയാക്കി തരാം, പിന്നെ ടെക്നോളജി ഇല്ല. ഞാൻ പറയാം അങ്ങനെ ഞാൻ സിനിമ അഭിനയിക്കുകയല്ല, ബ്ലസ്സി സാറ് വീട് വേറെ വല്ലവരും പിടിക്കാൻ പറയും. അങ്ങനെയാണ് പൃഥ്വിരാജിന് ചാൻസ് കിട്ടിയത്. അപ്പം ഞാൻ എൻ്റെ ശരീരം പൃഥ്വിരാജിനെ തോൽപ്പിക്കാൻ വേണ്ടി കണ്ട അസ്ഥി മാത്രമേ ഉള്ളൂ. ഇതൊരു വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് രുദ്രാദിലീപ് എന്നാണ്. സൗഹൃദങ്ങൾ ഇദ്ദേഹത്തെ രുദ്രൻ ഭായ് എന്ന് വിളിക്കും. ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അറിയാനുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് വന്നത്. രുദ്രൻ ഭായ് ഒരു സിനിമാ സംവിധായകൻ കൂടെയാണ്, എഴുത്തുകാരനാണ്, ഒരു പഴയകാല നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരാളായിരുന്നു. ബോംബ് ഉണ്ടാക്കാൻ അറിയാമല്ലേ? ബോംബ് ഉണ്ടാക്കേണ്ടി വരുന്നത് ബോംബുള്ള മനുഷ്യർ നമുക്ക് നേരെ വരുന്നതുകൊണ്ട്. ബോംബിനെ പോലുള്ള ചില ചിന്തയുള്ള ഭരണകൂടങ്ങളുണ്ട്, നമ്മളെ ഹിംസാത്മകമായി ഫാസിസ്റ്റ് സ്വഭാവത്തെ നമ്മൾ അടിച്ചമർത്തും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുമുണ്ട്. അത് ഈ സമൂഹത്തിന് വിഷലിപ്തമാണ്. അത് ഞാൻ മനസ്സിലാക്കി മാർക്സിസം, ലെനിസം, മാവോയിസം എന്ന രാഷ്ട്രീയം പറഞ്ഞു തന്ന് തിരിച്ചടിച്ച് അവനെ തീർക്കുക, ജനങ്ങൾക്ക് വേണ്ടി പിടിച്ചു പറിച്ചു കൊടുക്കുക, മറ്റവനെ തീർത്താലും കുഴപ്പമില്ല. ആ രാഷ്ട്രീയം എൻ്റെ തലച്ചോറിൽ 8ാം ക്ലാസ് വെച്ചിൽ മാർക്സിസ ഗൗരവമായിട്ട് പഠിച്ച്. അച്ഛൻ ജനലി വായിച്ച പുസ്തകം വായിച്ചാണ് മാർക്സിസ്റ്റ് ബോധം ഉണ്ടാകുന്നത്. അച്ഛൻ ഒരിക്കലും അമ്പലത്തിൽ പോയി തൊഴാറില്ല. അച്ഛൻ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരത്തിന് വേണ്ടി കൊതിച്ചിട്ടില്ല. നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകനാണ് ഞാൻ. ശരിക്കും രുദ്രൻ ഭായിയുടെ ജീവിതം നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടതുണ്ട്. ജനിച്ചതൊക്കെ എവിടെയാണ്? ഇത് തന്നെ ജന്മസ്ഥലമായത് ആലപ്പുഴയാണ്. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാർഡ് മാറിയെന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഇപ്പുറത്തോട്ട് വന്നപ്പം ഒരു വാർഡ് ചേഞ്ചിങ് ഉണ്ട്. സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞേ. എൻ്റെ ഇത് തന്നെ ആര്യാട്, തെക്കനാര്യാട്. തെക്കനാര്യാട് എന്ന് പറഞ്ഞാൽ നാരായണ ഗുരുസ്വാമികൾ ഇവിടെ വന്നിട്ട് ഈ ഓരോ ക്ഷേത്രത്തിൽ കാണുമ്പോൾ അന്നത്തെ ജാതി ഗോത്രങ്ങളെല്ലാം കൂടി പിടിച്ചിട്ട് കൊണ്ടുപോയി നോക്കി. അപ്പം പുള്ളി അതിനിത് വീണില്ല. അപ്പം പറഞ്ഞ് ഈ നേരുകേടുള്ള രാജ്യം, നേരുകേടിൻ്റെ രാജ്യമാണ് അത്, അങ്ങനെ നിൽക്കട്ടെ ആര്യാടായിട്ട്. അങ്ങനെ ശാപം കിട്ടിയ സ്ഥലമാണ്. ചാരമ്പറമ്പ് എന്ന് പറഞ്ഞ മണ്ണ് കൂടി ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെയാണ് ലോകത്തിലെല്ലാം ജനിച്ച സ്ഥലം. എന്ന അക്ഷരം പോലെ ആ രാഗവും തന്നെയുണ്ട്. ഭയങ്കരമായൊരു ഭൂമിയാണിത്. ഇവിടെയാണ് മലയാള സിനിമ ആദ്യം ഉണ്ടാകുന്നത്, ഉദയ സ്റ്റുഡിയോ ആദ്യം ഉണ്ടാകുന്നത്, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാകുന്നത് ഇവിടെയാണ്. ഇവിടെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് ദളിതനായ
കെ പി പത്രോസ് ഉണ്ടാകുന്ന. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയത്തില്ല കെ പി പത്രോസ് കാര്യം പുലേനായി പോയില്ല. വലിയവനായിരുന്നെങ്കിൽ നേരെ അയാളെ കൊണ്ടുപോയി ഇപ്പം ജാതി ദൈവങ്ങളാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത്. അതൊന്നും ഞാൻ പറയേണ്ട വിഷയമല്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരുന്നാൽ മതി. കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞു, പക്ഷേ ഇപ്പോഴത്തെ കമ്മ്യൂണിസത്തോട് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇല്ലല്ലോ. മാർക്സിനാരെങ്കിലും വായിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും അധികാര രാഷ്ട്രീയത്തിൽ വന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ അതിൻ്റെ താഴത്തോട്ട് സാംസ്കാരിക മന്ത്രി, സംസ്കാരമെങ്കിലും അറിയണമെന്ന് കാണണമല്ല, അങ്ങനെയുള്ള ഏത് മന്ത്രിമാരെ ഇവിടെ ഉണ്ടായിട്ടുള്ള? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തട്ടിപ്പിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിൻ്റെ കാരണം നവോത്ഥാന നായകന്മാരായ അയ്യാ വൈകുണ്ഠ സ്വാമിയിൽ നിന്ന് തുടങ്ങി ബ്രിട്ടീഷ് കൊളോണിസ്റ്റുകൾക്കെതിരെ വന്ന ഒരു കാലമുണ്ട്. ആ വൈകുണ്ഠ സ്വാമികൾ ഉയർത്തിയ സമരത്തിൽ നിന്ന് അയ്യാസ്വാമികളിലൂടെ കേരളം മാറി. അത് നാരായണ ഗുരു അയ്യങ്കാളിയും ജീവിക്കുന്ന മുമ്പെയാണെന്ന് ഓർക്കണം. ആ മണ്ണ് പടുത്തുയർത്തിയതാണ്. അയ്യങ്കാളിയുടെയൊക്കെ ധീര വിപ്ലവ പോരാട്ടം. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അയ്യങ്കാളി. ഞാൻ മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തിൽ പറയണതല്ല, അതൊരു ചിന്താപരമായി അത്തരം ജനങ്ങൾക്ക് സമരം ചെയ്യേണ്ട ഒരു ഫിലോസഫി എന്നുള്ള രീതിയിൽ ഞാൻ മഹാത്മാ അയ്യങ്കാളിയും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പോലെയായിരുന്നു. അതുതന്നെയാണ് ക്രൈസ്റ്റും. യേശുക്രിസ്തു മഹത്തായ വിപ്ലവകാരിയാണ്, ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമുള്ള ഒരു വിപ്ലവകാരിയാണ്. അപ്പോൾ അതുകൊണ്ട് ചാട്ടവാറിനെ അടിക്കുകയും ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് വെച്ച്. അതൊക്കെ കഥ വേറെ, നമ്മൾ വിഷയത്തിലേന്ന് പോകും. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇവിടെ കരുണയും സ്നേഹവും നൽകി അവരുടെ പരിരക്ഷിക്കേണ്ട പ്രത്യശാസ്ത്രം ബേസിക്കലുള്ളവർ അത് ചെയ്തില്ല. അത് ചെയ്യാതെ ആ സവർണ മേധാവികൾ EMS നമ്പൂതിരിപ്പാട്, VT ഭട്ടതിരിപ്പാട് നിന്ന് അങ്ങ് തുടങ്ങി ആര്യന്മാരായ സവർണ ഹിന്ദുക്കൾ തന്നെയാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു ഹിന്ദു പാർട്ടിയാണ്. CPM CPIയിലൊക്കെ ഹൈന്ദവ മേധാവിത്വമാണ്. അതിനകത്ത് ഏതാ മുസ്ലിം നേതൃത്വമൊക്കെ വരാൻ പറ്റുമോ? അവന്മാർ വരുത്തത്തില്ല. ക്രിസ്ത്യാനികളെ കൊണ്ട് നേതൃത്വത്തിൽ വരത്തില്ല. ദളിതനെ കൊണ്ട് വരത്തില്ല. ഈ മണ്ണിൻ്റെ അവകാശി ദളിതരാണ്. പുലേനാർ കോട്ട വരെ ഉണ്ടായ സ്ഥലമാണ് ഈ മണ്ണ്. അപ്പോൾ അവിടെയുള്ള ആ സമൂഹത്തിനെ നോക്കാത്ത ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി? അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളേ ഇല്ല. ഞാൻ ഉൾക്കൊള്ളത്തില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ. ഞാൻ മാർക്സിനെ ആരാധിക്കുന്നു. ഞാനിവിടെ ഒരു ശില്പം ഇവിടുത്തെ DYFI പിള്ളേർ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ആഴ്ച കാറൽ മാർക്സിൻ്റെ ഒരു ശില്പം എൻ്റെ ഈ കവാടത്തിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കുന്നുണ്ട്. മാർക്സിനെ എനിക്കിഷ്ടമാണ്, ബുദ്ധനെ എനിക്കിഷ്ടമാണ്, ക്രിസ്തുവിനെ എനിക്കിഷ്ടമാണ്, നബീനെ ഇഷ്ടമാണ്. ആശയങ്ങൾ, അവർ നൽകിയ മൂല്യങ്ങൾ. ഖുറാനിലെ ഏറ്റവും വലിയ കണ്ടൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: അധ്വാനിക്കുന്നവൻ്റെ വിയർപ്പുണങ്ങുമ്പോൾ അവന് ഫലം കൊടുക്കണമെന്ന്. ഏറ്റവും വലിയ കാര്യമല്ല. അയൽവാസിയുടെ കാര്യം കൂടി നോക്കണമെന്ന് ക്രിസ്തുവും പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയല്ലേ കമ്മ്യൂണിസം? അത് അടിച്ച കമ്മ്യൂണിസമാണ് ഞാൻ പറയണത്. ക്രിസ്തു പറഞ്ഞ കമ്മ്യൂണിസത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു, നബി പറഞ്ഞ കമ്മ്യൂണിസത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇവിടുത്തെ വിവേകാനന്ദ സ്വാമികളും ഇവിടുത്തെ നവോത്ഥാന നായകന്മാരും പറഞ്ഞ കമ്മ്യൂണിസത്തെ ഇഷ്ടപ്പെടുന്നു. അല്ലാതെ കമ്മ്യൂണിസം ഇല്ല. ശ്രീനാരായണീയ ദർശനങ്ങളിലൂടെ എങ്ങനെയാണ്? നാരായണ ദർശനമാണ് ഇന്ത്യ ദേശീയ രാഷ്ട്രീയപരമായി ഉപയോഗിക്കപ്പെടേണ്ട ദർശനമാല മാത്രം വായിച്ചാൽ മതി. ഇപ്പം SNDPക്കാർ ഗുരുവുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കലും SNDPയും ഗുരുവുമായിട്ട് ശത്രുക്കളാണ്. 1916 ഗുരു ജാതി വിളംബരം നടത്തുന്നത് SNDP ശക്തമായ SNDP ഇല്ലായ്മ ചെയ്യാൻ തന്നെ. ഗുരു ഇവിടെ SNDP ഉണ്ടാക്കിയത് നാരായണ ഗുരുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നാരായണ ഗുരു ഉണ്ടായ വാവട്ട് സഭയാണ്. അതെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ശ്രാദ്ധം. അത് നമ്മൾ ബലി കൊടുക്കാൻ നേരത്തെ ഈ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാൻ നടന്ന ശ്രാദ്ധത്തിന് വേണ്ടി പുള്ളി ഉണ്ടാക്കിയതാണ് ആദ്യം. അതിற்கு മുമ്പ് പുള്ളി ഒരു ഹിന്ദു ഇതുണ്ടാക്കിയിട്ടുണ്ട്, ഹിന്ദു പരിപാലന സംഘം. അദ്ദേഹം ഉണ്ടാക്കിയതാണ്. ശ്രീനാരായണ ധർമ്മ അതെൻ്റെ പുസ്തകത്തിൽ ഞാൻ എൻ്റെ ഡേറ്റ് വരെ പറയുന്നത്. എന്തോ ശ്രീനാരായണ SNDP ഉണ്ടാക്കിയതിനകത്ത് ഗുരുദേവന് യാതൊരു പങ്കുമില്ലെന്നാണോ? ഗുരുദേവന് ഒരു പങ്കുമില്ല. ഗുരുദേവനെ ഡോക്ടർ പിൽപ്പു തളച്ചതാണ്. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഡോക്ടർ പിൽപ്പു ഒരു സമ്പന്നനും ഒരു ബൂർഷ മനസ്ഥിതിയുള്ളതാണ്. ഗുരുവിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ആദ്യം കൊമേഴ്സ്യലായിട്ട് പഠിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. ഡോക്ടർ പൽപ്പുവിന് നല്ല പാണ്ഡിത്യമുള്ള ആളാണ്. അദ്ദേഹം അത് കഴിഞ്ഞ് മനസ്സിലാക്കി വ്യവസായമല്ല വലുത്, സന്യാസമാണ്. വ്യക്തിത്വത്തെ രൂപപ്പെടുത്തണമെന്നുള്ള വളരെ തന്ത്രപര ബുദ്ധി ഡോക്ടർ പൽപ്പുവിനുള്ളതുകൊണ്ട് ഡോക്ടർ പൽപ്പു ഗുരുദേവനെ 1903 SNDPയുടെ സ്ഥാനത്ത് കൊണ്ട് വെച്ചിട്ട് ഉപയോഗിച്ചാണെങ്കിൽ സ്വന്തം പേരാരെങ്കിലും പറയുക ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം എന്ന് ഞാൻ പറയുക, രുദ്ര പരിപാലന സംഘം എന്നും പറഞ്ഞിടുക. ഞാൻ ഇടുന്ന രുദ്ര കലാ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് എൻ്റെ പേരല്ല, അത് മഹാദേവൻ്റെ പേരാണ്. രുദ്രൻ സർവകല. എൻ്റെ അച്ഛൻ്റെ പേര് സുകുമാരൻ എന്നാണ്, അച്ഛൻ്റെ പേരാണ് ഇട്ടിരിക്കണം. ശരിക്കും ഇദ്ദേഹത്തിൻ്റെ പേരെന്താ? എൻ്റെ പേര് രുദ്ര ദിലീപ്. അപ്പോൾ നേരെ മറിച്ച് രുദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ ദേവഗണത്തിൽ, അതായത് ഋഗ്വേദത്തിലൊക്കെ പറയുന്ന ആദി ദേവനായ കലയുടെ നാഥനായ ഒരു ഉപാസനമൂർത്തിയായിട്ട് ഞാൻ കാണുന്ന ഒരാളാണ്. ശിവനല്ലേ? ശിവനാണ്. ആ ശിവൻ്റെ ക്രൈസ്റ്റുകളുടെ ഇടയിൽ ശിവനുണ്ട്.
പിന്നെ ഇസ്ലാമികളുടെ ഇടയിൽ പിന്നെ ശിവനുണ്ട്. ശിവ എന്ന് പറഞ്ഞാൽ ജീവൻ എന്നേ അർത്ഥമുള്ളൂ. ശിവം ജീവൻ, അതിൻ്റെ വള്ളി പോയ ശവം, അത്രയേ ഉള്ളൂ. അല്ല അത് ഈ കാണുന്ന ഇവിടെ അമ്പലത്തിലൊന്നും കൊണ്ട് വെച്ചിരിക്കുന്ന യാതൊരു ബന്ധവുമില്ല. അതൊക്കെ ശിവകാശി പ്രിൻ്റാണ്. ഞാൻ ഞാൻ പിന്നെ സന്യാസിയാണെന്ന് പറയുകയും ചെയ്യും. ഞാനിതെല്ലാം പറയുന്ന പറഞ്ഞ് ഞാൻ അവരെ ഉദ്ദേശിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയമാണ്. ഇവിടുത്തെ BJP-ക്കാർ ഇപ്പം കൊണ്ടുവരുന്ന മതത്തിൻ്റെ ആളൊന്നുമല്ല. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഒരു സന്യാസിക്ക് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ആകാൻ കഴിയുക? കമ്മ്യൂണിസ്റ്റുകാരെല്ലാം സന്യാസികളാണ്, അവർക്കേ പറ്റുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പിന്നെ CK ചന്ദ്രാനന്ദൻ്റെ പേരിൽ ശബരിമല അമ്പലത്തിൻ്റെ വാതിക്കൽ കൂടി റോഡുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാരനാണ്, നല്ല ചേർത്തലക്കാരനായ ആളാണ്. ചന്ദ്രശേഖരൻ്റെ പേരിലുണ്ടായിരുന്നു. അപ്പം നമ്മളത് ഓർക്കണം. കമ്മ്യൂണിസ്റ്റുകാർക്ക് നമ്മുടെ സുധാകരൻ സാറ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ഏറ്റവും നല്ല സംയുക്തനായ ഒരു ഭരണാധികാരിയാണ്. നല്ല മനസ്ഥിതിയുള്ളതാണ്, ക്ഷേത്രവിശ്വാസിയാണ്. അയാളുടെ ഉള്ളിൽ നല്ല മാർക്സിസം പഠിച്ച ഒരാളാണ്. പക്ഷേ ആധ്യാത്മിക എന്താണെന്ന് അറിയാവുന്ന ഒരു സന്യാസിയെ പോലെയാണ്. വികസനവും നോക്കണം. അമ്പലപ്പുഴ ഇടത്തോ പള്ളിയുടെ പരിസരം വികസിപ്പിച്ച പുണ്യ സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ പോകാൻ നല്ല വികസനം കൊടുത്ത ആളെ സുധാകരൻ സാർ. അദ്ദേഹത്തെ വണക്കുന്നു. ഞാനുമായിട്ട് അല്പമെങ്കിലും ബന്ധമുള്ള ഒരു മനുഷ്യൻ. അതുപോലെ തന്നെ ചിത്തരഞ്ജനൊക്കെ വികസനത്തിൻ്റെ ഭാഗമാണ്. ഞാൻ അവരുടെ രാഷ്ട്രീയം പറയല്ല. നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ആരായാലും അവരേത് രാഷ്ട്രീയം കാണിച്ചാലും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് അവർ വ്യക്തിപരമായി അവർ രൂപം കൊള്ളണം, സമൂഹത്തിൻ്റെതാണ് എന്നുള്ളത്. അതിൻ്റെ ജാതി മതവും ഒരു രാഷ്ട്രീയം വേണ്ട. ഞാൻ എൻ്റെ ജീവിതത്തിൽ തെളിയിക്കാൻ പറ്റിയത് അത് തന്നെയാണ്. ഒരു ജാതിയിലും ഒരു മതത്തിലും പെടുത്താതെ എൻ്റെ മക്കളെ വളർത്തണം. അതുകൊണ്ട് ഞാൻ ഒരു മുസ്ലിം പെണ്ണിന് ജീവിതം കൊടുത്ത്, വിവാഹമായിട്ടല്ല, ഇപ്പം നമ്മൾ മൈത്രേനെയൊക്കെ പറയുന്ന പോലെ സങ്കല്പമായിട്ട് തോന്നരുത്. അതിൽ കുറച്ചുകൂടി ഗൃഹാതരത്വത്തെ ഞാൻ കാണുന്ന ഒരാളാണ്. ഗുരുത്വത്തെ ഞാൻ അംഗീകരിക്കുന്ന ഒരാളാണ്. മൈത്രൻ്റെ ജീവിത രീതിയല്ല എൻ്റെ. അദ്ദേഹം ഞാനും സഞ്ചരിച്ച ഒരു വഴികളിൽ നിന്നാണ്. അപ്പോൾ ലൈനുകൾ വ്യത്യസ്തതയാണ്. രുദ്രദിലീപിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കുടുംബജീവിതം, രുദ്രദിലീപ് ആദ്യത്തെ ഒരു വിവാഹത്തെ പരാജയപ്പെട്ടു പോയി വിവാഹം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തീർച്ചയായും. എന്താണ് നമ്മുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് പറയുന്നതിന് വല്ല മടിയുണ്ടോ? സ്വകാര്യ ജീവിതം പറയാൻ പാടില്ലാത്തതാണ് കാര്യം. ഞാൻ എൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്, ആൾദൈവം. ഒരു മനുഷ്യൻ എങ്ങനെ ആൾദൈവമാകും? കാറൽ മാർക്സും ബുദ്ധനും ക്രിസ്തുവും കൃഷ്ണനൊക്കെ ഉണ്ടായി പോയ ആൾദൈവം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറയുന്നൊരു സിനിമയാണ്. പക്ഷെ അതെൻ്റെ ജീവിത ചരിത്രമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആ ജീവിതം സിനിമയാക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ റെഡി ആയിട്ടുണ്ടായിരുന്നു. പുള്ളി ഷാജി പൂച്ചാക്കലാണ്. അതിൻ്റെ ടൈറ്റിലിൻ്റെ കാര്യങ്ങളൊക്കെ നീങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത് ഒരു സിനിമയാണ്. ഞാൻ ഇതിൽ പറയുന്നതിന് എനിക്ക് വിഷമമില്ല. ആ വിഷയം ചലച്ചിത്രമാക്കുന്നത് കുറച്ചുകൂടി വൈഡാകും. താങ്കൾ ചിലപ്പോൾ ആ വിഷയം നേരത്തെ കൊണ്ടെത്തിക്കുന്നതിൽ ഞാൻ അങ്ങയോട് നമ്മൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം കൊണ്ട് ഞാൻ വേണം തുറന്നു പറയാം. തീർച്ചയായിട്ടും അറിയണം. കാരണം രുദ്രദിലീപ് കേൾക്കുമ്പോൾ ഒരു സിനിമാ സംവിധായകനാണ്, എഴുത്തുകാരനാണ്, നല്ല ചിത്രകാരനാണ്, ശില്പിയാണ്. ഇങ്ങനെയൊക്കെ തുടരുമ്പോഴും വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ച വ്യക്തിയാണ്. ഉറപ്പായിട്ടും. ഞാൻ എൻ്റെ അമ്മ ശരിക്കും സിനിമയാണ്. ഞാൻ കുഞ്ഞിലെ ജനിച്ച് അത്യാവശ്യം വിഷ്വൽ കാണാൻ തുടങ്ങിയപ്പോൾ ചിത്രകല പഠിച്ചതുകൊണ്ട് നല്ല സിനിമകൾ ചെയ്യണമെന്ന് പറഞ്ഞ് സിനിമാക്കാരനാണ് ആഗ്രഹിച്ചത്. പക്ഷേ അതിന് കാരണം എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു. അമ്മയ്ക്ക് മോശ പേരുകൾ ഇവിടെ ഉണ്ട് കേട്ടോ, നിങ്ങൾ ചോദിച്ചാൽ പറയും. അമ്മ ഉദയ സ്റ്റുഡിയോയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ജീവിച്ച് നടന്ന്, അച്ഛൻ ഇവിടുത്തെ ഒരു കോൺട്രാക്ടർ വ്യവസായം, മദ്യവും പിന്നെ അതുപോലെ ഒരുപാട് വ്യവസായങ്ങളൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ ആഗ്രഹമുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ ഇവർ തമ്മിൽ ഉള്ള പൊരുത്തക്കേട് വലിയ ദുരന്തമാണ്. ആ കഥ പറഞ്ഞാൽ തീരത്തില്ല. അതൊരു വലിയ സിനിമയുടെ കഥയാണ്. അങ്ങനെ രണ്ടുപേരും തെരുവിൽ കിടന്ന് മരിച്ചു. എനിക്ക് 14 വയസ്സുള്ളപ്പോൾ നമ്മൾ അനാഥനായി. പിന്നെ അവിടെ ഇവിടെയൊക്കെ ജീവിച്ച് അമ്മയുടെ ബന്ധങ്ങളും ആൾക്കാരും ഒക്കെ ഉള്ളതുകൊണ്ട് ഉദയ സ്റ്റുഡിയോയിൽ ഞാനും പോയി ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്. അങ്ങനെയാണ് എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത്. അങ്ങനെ ഒരു സിനിമാ നടിയെ ഞാൻ ആദ്യത്തെ പ്രണയം ഉണ്ടാകുന്നത്. അവൾ മാനസപുത്രി എന്ന് പറയുന്ന ആദമൊഴിവിൻ്റെ ആദ്യത്തെ സിനിമ, അവളായിരുന്നു എൻ്റെ ആദ്യത്തെ ഭാര്യ. അപ്പോൾ അത് ഒരു ദുരന്തമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എൻ്റെ കുടുംബത്തിൻ്റെ ഒരുപാട് വിഷയങ്ങൾ തീരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ എൻ്റെ അനിയൻ എൻ്റെ ഭാര്യയ്ക്ക് കുഞ്ഞ് നൽകി ജീവിക്കുന്നുണ്ട്. അതാണ് വളരെ വ്യക്തമായി പറയാവുന്ന ഒരു തുറന്നു പറച്ചിൽ. പിന്നെ അതിനുശേഷം അലഞ്ഞ് ഒരുപാട് നടന്ന് വിപ്ലവം എല്ലാം മതിയാക്കി സന്യാസത്തിലേക്ക് 30ാമത്തെ വയസ്സിൽ ഇങ്ങനെ സഞ്ചരിച്ച് 6-7 വർഷം ഹിമാലയം തൊട്ട് ടിബറ്റ് വരെ ഒരുപാട് സ്ഥലങ്ങൾ ഒക്കെ പോയി. കുടജാദ്രിയിലാണ് കൂടുതൽ നമ്മുടെ ജീവിതം നയിച്ചത്. അതിനുശേഷമാണ് വീണ്ടും സിനിമാക്കാരനായിട്ട് വന്ന് നല്ല സിനിമ ചെയ്യാമെന്ന് പറയുമ്പോൾ എൻ്റെ പ്രായം ഇവിടം വരെയായി. കുടുംബജീവിതം നശിച്ചുപോയി. അപ്പോൾ ആ സന്യാസം ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വിട്ടിട്ടാണ് ഇപ്പോഴും
ഒരു സംഘർഷഭരിതമായ ഒരു കുടുംബത്തിലേക്ക് ഞാൻ വരുന്നത്. അതാണ് എൻ്റെ ജീവിതം. ആ കുടുംബത്തിലെ ദുരന്തം എൻ്റെ മനുഷ്യത്വത്തിൽ ലോകത്തെ എല്ലാ സംഭാവനയും ചെയ്യാവുന്ന ഒരു മരുമകനാണ് പിന്നെ ഈ തൊട്ടടുത്ത് താമസിക്കുന്ന എൻ്റെ വീട്ടിലേക്ക് എൻ്റെ അമ്മായിയമ്മ എന്ന് പറയുന്ന റംല ബീഹി. അവർ ഞാനിപ്പോഴും അമ്മയായിട്ട് തന്നെ കാണുന്നു. ഞാനേ അവരെ അമ്മയായിട്ട്, ബാക്കിയുള്ളവരെ ഉമ്മ എന്നാണ് വിളിക്കുന്നത്. എത്രത്തോളം ശില്പങ്ങളും ചിത്രങ്ങളും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്? അവർ ശില്പങ്ങൾ ഒരുപാട്. ഇപ്പോൾ മോഹബലം, ഞാനൊരു പോപ്പുലാരിറ്റി ഉള്ള ആളല്ല. അപ്പം ഞാൻ മോഹൻലാലാണ് ശില്പം വരക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ ശില്പത്തിനും അതിൻ്റെ റേറ്റും അതിൻ്റെ ഇൻ്റർനാഷണൽ രീതികളൊക്കെ നമുക്ക് വിലയിരുത്താവുന്നതാണ്. പക്ഷേ നിരവധി നമ്മൾ അറിയപ്പെട്ട് തമസ്കരിക്കപ്പെട്ട് 3 പടം ഡയറക്റ്റ് ചെയ്ത പടങ്ങൾ ജോൺ അബ്രഹാമിൻ്റെ ജീവിതമാണ്. തെരുവിൽ ജീവിച്ച് ബുദ്ധനെ പോലെ അലഞ്ഞ് സിനിമ ചെയ്ത ജോൺ അബ്രഹാമിൻ്റെ ജീവിതമാണ്. മധു സാറിനെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പടം ഡയറക്റ്റ്. മധു സാർ മാത്രമല്ല, 34ഓളം പ്രമുഖ മലയാള സിനിമയിലെ ആർട്ടിസ്റ്റുകളെ വെച്ച് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ മഹാഭാഗ്യം കിട്ടിയൊരു വ്യക്തിയാണ്. പക്ഷേ പടം അന്നത്തെ ക്ലാസ് പടമാണ്, വലുതായിട്ട് ക്ലച്ചൊന്നും പിടിച്ചില്ല. ഇപ്പോൾ അത് വീണ്ടും ഡിജിറ്റൽ ഫോർമാറ്റിൽ ഞാൻ വീണ്ടും ഇറക്കുന്നുണ്ട്, ജോൺ അബ്രഹാമിൻ്റെ സ്മരണാർത്ഥം. പിന്നെ ഇപ്പം ചെയ്ത അറിയാമല്ല, പിന്നെ ആൾക്കണ്ണാടി എന്നും പറഞ്ഞൊരു മാവോയിസ്റ്റ് ചിത്രം പിടിച്ച് ഞാൻ ജയിലിൽ പോയി. മാവോയിസ്റ്റ് തന്നെയാണെന്നുള്ളത് കൊണ്ട് ആ ചിത്രവും നിന്നുപോയി. അതാണ് എൻ്റെ അവസ്ഥ. അട്ടപ്പാടി മധുവിൻ്റെ അങ്ങേക്കും അറിയാൻ നമ്മൾ ആ വിഷയം പറഞ്ഞിട്ടുള്ളതാണ്. മധുവിൻ്റെ ചിത്രം എടുത്ത് സെൻസർ ബോർഡിൽ കിടക്കുകയാണ്. ഇപ്പോൾ ഇതാണ് ഞാൻ പരാജയപ്പെട്ടത്. പിന്നെ ഓറ എന്ന് പറയുന്ന ഒരു ബ്രഹ്മാണ്ഡ പടം ഞാൻ സംവിധാനം പതുക്കെ നിർത്തി. എനിക്ക് ഈ അടിമപ്പണിക്ക് എനിക്കുള്ള പ്രാപ്തി ഇല്ലായിരിക്കാം, കഴിവല്ല, പ്രാപ്തി. അവിടെ കടന്നു പോകണം, വളരെ തന്ത്രം വേണം. അങ്ങനെയുള്ള ഡയറക്ടർ ഞാൻ അല്ലാത്തതുകൊണ്ട് ഒരുപാട് പരാജയങ്ങളുണ്ട്. നമ്മളാരുടെയും കാല് നോക്കാനും അവൻ്റെ സോപ്പിടാനൊന്നും നിൽക്കത്തില്ല. എൻ്റെ ദർശനം അത് കാണിക്കണത് എൻ്റെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് 3 പടം ചെയ്യാൻ പറ്റിയിട്ട് ഇപ്പോൾ ഓറ എന്ന് പറയുന്ന എൻ്റെ സ്ക്രിപ്റ്റും ഞാൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുമായിട്ട് രുദ്രകല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിലാണ്. അതാണ് എൻ്റെ പ്രതീക്ഷയുള്ള പടം. എൻ്റെ ഈ കടമെല്ലാം മാറുമ്പോൾ എനിക്ക് ഇവിടെ കുറേ പേർക്ക് വീട് വെച്ച് കൊടുക്കാനുണ്ട്. ആ ഫണ്ട് കിട്ടിയാൽ ഞാനിവിടെ എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കുക. ഇത് ഒരു അനാഥ വൃത്ത മന്ദിരവും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് വിപുലീകരിച്ചൊരു കെട്ടിടം വെക്കുക. ഇത്രയുള്ള ശരിക്കും സിനിമ പഠിച്ചിട്ടുണ്ടോ? സിനിമ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ 1965 പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഗോൾഡ് മെഡൽ മേടിക്കുന്നത് നമ്മുടെ ജോൺ അബ്രഹാം. അപ്പോൾ ജോൺ അബ്രഹാമിൻ്റെ കൂടെ 16 വയസ്സിൽ പോയപ്പോൾ അമ്മയറിയാൻ സിനിമയിലാണ്. അപ്പോൾ എനിക്ക് 16 വയസ്സില്ല. ആ സമയം എന്ന് പറഞ്ഞാൽ എന്നാൽ നക്സലേറ്റ് മൂവ്മെൻറ്റുമായിട്ടൊക്കെ ബന്ധമുള്ള. അപ്പോൾ എനിക്ക് അക്കാഡമിക്കിൽ പഠിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പൂനെക്ക് യാത്രയായി. പോയ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രായവും നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയും കൊണ്ട് എനിക്ക് അവിടെ പഠിക്കാൻ പറ്റത്തില്ല. ഞാനവിടെ റിജക്റ്റ് ചെയ്യപ്പെട്ടു. ഞാൻ പിന്നെ ജോണിൻ്റെ ഇവിടെ വന്നപ്പം പുള്ളി ഇപ്പോൾ ആലപ്പുഴ നമ്മുടെ ശ്രീകൃഷ്ണ ഭവൻ മുനിസിപ്പൽ മൈതാനത്തൊക്കെ കള്ളുകുടിയും ചെറിയ പുകവലിയൊക്കെ ആയിട്ട് കൂടുമായിരുന്നു ജോൺ അബ്രഹാമായിട്ട്. ആ ഘട്ടത്തിൽ നമ്മൾ പയ്യനാണ്. ജോൺ അബ്രഹാമിനൊപ്പം ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ അദ്ദേഹത്തിനാണ് എന്നെ ശരിക്കും അക്കാഡമിക്കലായി ഫ്രെയിം എന്താണ്, ലെൻസ് എന്താണ് എന്ന് പഠിപ്പിച്ചത്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ജോൺ അബ്രഹാമാണ്. അതെ. ഞാൻ ജോൺ അബ്രഹാമിൻ്റെ ഗുരു ശിഷ്യനാണ്. ജോൺ അബ്രഹാം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ച ആ വിദ്യ എൻ്റെ കയ്യിലുണ്ട്. പോരെ? അല്ലാതെ എന്തിനു പോകണം? താങ്കൾ ലോക യൂണിവേഴ്സിറ്റി പഠിപ്പിച്ച ഒരു അംബേദ്കറാണെങ്കിൽ ഞാൻ താങ്കളുടെ സ്പർശനം ഏറ്റാൽ പോരെ, ഞാൻ രക്ഷപ്പെടത്തില്ല. അപ്പോൾ അതാണ് വ്യക്തിത്വം. മതി നമുക്ക് മറ്റൊരാളെ മാറ്റാൻ. ഒരു പുസ്തകമൊന്നും വേണം, 1000 പുസ്തകം വായിക്കണ്ട. താങ്കളെന്ന വ്യക്തി നല്ല പ്രൊട്ടൻഷനും കാലിബറുള്ള നല്ല ക്യാരക്ടറാണ്, മാനവികത അറിയാവുന്നവനാണെങ്കിൽ എൻ്റെ ചങ്ക അതിനോടൊന്നുണ്ട്. അതാണ് ആത്മബന്ധം. ആത്മാവിൽ ഭൂമിയിൽ ബന്ധമില്ല, സ്വന്തം ദേഹവുമായൊരു ബന്ധമില്ല. ആത്മാക്കൾ തമ്മിൽ ബന്ധമുള്ള സ്വന്തം ദേഹവും ഒരു ആത്മബന്ധം. എനിക്ക് നമ്മൾ തമ്മിൽ ഒരു ആത്മബന്ധം ഇല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. ശാരീരികമായിട്ട് ഭയങ്കര ഒരു ക്ഷീണാവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ക്ഷീണം ഞാൻ ആദ്യം കാണുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല. അതെ. അത് സത്യത്തിൽ തുറന്നു പറയാൻ മേലാത്ത വിഷയമാണ്. ഇത് എനിക്ക് വിഷം തന്നാണ്. എങ്ങനെ? എനിക്ക് വിഷം തന്നത്. വിഷം തന്നു? അതെ. ആഹാരത്തിൽ കൊല്ലണമല്ല, സ്വത്തുക്കളുണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ മേടിച്ചിട്ടിരിക്കുന്നത് അവർക്കറിയാം. അപ്പോൾ എൻ്റെ കൂടെ ജീവിക്കുന്നവർക്കല്ലേ അത് അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ. ഞാൻ ചത്തു കഴിഞ്ഞാൽ എനിക്കവിടെ വലിയ ബന്ധങ്ങളില്ല. പിന്നെ അവരുടെ മക്കൾ, അവരുടെ കുടുംബക്കാർക്കെല്ലാം അടിച്ചു മാറ്റും. ഇത് ഇന്നത്തെ ലോകം പഠിക്കേണ്ടത് ഗൃഹാതുരത്തിലാണ് സാമൂഹ്യ മാറ്റം ഉണ്ടാകേണ്ടത്. അല്ല സാമൂഹ്യ മാറ്റത്തിൽ ഗൃഹാതുരത്വം ഉണ്ടാകും. കുടുംബത്തിലെ സകുടുംബ സങ്കല്പം പഠിക്കാതെ നശിച്ചുകൊണ്ടിരിക്കുക. വിദേശ ചിന്തയോടോ എങ്ങനെയൊക്കെ കടപ്പെട്ട് നമ്മുടെ ആൾക്കാർ നശിച്ചു പോയി. ഗുരുക്കന്മാരോട് ബന്ധമില്ല. എഴുതുന്ന എഴുത്തുകളിലും പറയുന്ന വാക്കുകളിലൊക്കെ തീഷ്ണത എന്നൊരു പറയുന്നൊരു വാക്ക് എപ്പോഴും കൂടാറുണ്ട്. അതെ. എന്താണ് തീഷ്ണത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തീഷ്ണത എന്ന് പറയുന്നത് ഞാൻ ആ വരച്ച പെയിൻറ്റിങ്ങിൽ ഉണ്ട്. 2 കൈ എടുത്തിട്ട് ഒരു കണ്ണുമായിട്ടൊരു തലയോട് സംസാരിക്കുന്ന, ഇവിടെ ഒരു കണ്ണ്, ഇവിടെ ഒരു കണ്ണ്.
എന്നിട്ട് ഇങ്ങനെ നോക്കും. തീക്ഷ്ണത, അതായത് സൂക്ഷ്മം സ്ഥൂലം കാരണം, വൈഡായ വിഷയമാണ് എങ്കിലും ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. അതായത് തീക്ഷ്ണമായ തീയിൽ നിന്നാണ് ആ അക്ഷരം ഉണ്ടാകുന്നത്. തീ. അതായത് തീട്ടം, തീ കാഷ്ടിക്കുന്ന കാഷ്ടം, അതാണ് തീ അവശേഷിപ്പിക്കുന്നതാണ്. അത് മലയാളത്തിൻ്റെ സംസ്കൃതമായതുകൊണ്ടാണ് തീട്ടം എന്നുള്ളത്. നമ്മുടെ നേരത്തെ ദ്രവീഡിൻ്റെ വലിയ വൈഡ് ഭാഷയാണ്. അപ്പോൾ ഭാഷാശാസ്ത്രം പഠിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തീക്ഷ്ണ അങ്ങനെ ഉണ്ടാകാം. അത് ഉഷ്ണമാണ്, തീയിൽ നിന്നുണ്ടാകും ഉഷ്ണമാണ് തീക്ഷ്ണം. അത് കൂടുതലാകുന്നവൻ തീക്ഷ്ണമായി ചിന്തിക്കുന്നവൻ. ഈ അഴീക്കോടൊക്കെ പറയുന്ന വളരെ തീക്ഷ്ണമായി പറയുകയാണെങ്കിൽ അത് അതിൻ്റെ അഗാധമാണ്. അങ്ങനെയൊക്കെ അഴീക്കോട് പോകാൻ കാരണം അതാണ്, ആ തീക്ഷ്ണത കൂടുതലാണ്. ഇപ്പോൾ ഇളയതൊക്കെ അനുകരിക്കുന്ന, അഴീക്കോടിനെ അനുകരിക്കുകയാണ് ഇളയത്, അറിയാമല്ല. അപ്പം പുള്ളിയുടെ ഇളയതല്ല, നമ്മുടെ CPM-ൻ്റെ സൈദ്ധാന്തികനുണ്ടല്ലോ, അദ്ദേഹം. അപ്പോൾ എന്ന് പറഞ്ഞ് ശ്യാംകുമാറൊക്കെ ആ ഒരു പാറ്റേണിലേക്ക് വരുന്നത്. ഇതെല്ലാം അനുകരണവും മോഷണവുമാണ്. ഞാൻ എൻ്റെ സ്വയസിദ്ധമായ രീതിയാണ്. പക്ഷേ പഠിച്ചത് പലരും തിന്ന്, എല്ലാവരും കഴിച്ച് ഭക്ഷിച്ച് അവരുടെ ചിന്ത കൊണ്ട് ജീവിക്കുന്ന ഒരു ചെറിയ മനുഷ്യൻ. ഈ ജോൺ അബ്രഹാമിനോടുള്ള ആരാധന മൂത്താണ് ഈ ഒരു ഫിഗറിലേക്ക് മാറിയത്. മുടിയൊക്കെ നീട്ടി വളർത്തി. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, നല്ല സുന്ദരനായിരുന്നു. അതെ അതെ. അതായത് ഈ ആൾക്കാർ ഇപ്പോൾ സൗന്ദര്യം ഇല്ലെന്നല്ല പറഞ്ഞത്, അല്ലല്ല, അത് മനസ്സിലായി. അപ്പോൾ അതിൽ വേറെ എനിക്ക് രസകരമായ ആ ചോദ്യങ്ങൾ വലിയ ഡൈനാമിക്കായ ചോദ്യമാണ്. അത് എനിക്ക് ഉത്തരം ഒരു പുസ്തകം എഴുതിയാൽ കൊള്ളാമെന്നുണ്ട് താങ്കളുടെ ആ ചോദ്യത്തിൽ. കാര്യം എന്തുകൊണ്ട് ഇങ്ങനെ സൗന്ദര്യത്തെ ശ്രദ്ധിക്കാത്ത ജോൺ കോടീശ്വരൻ്റെ കുടുംബത്തിൽ പിറന്ന ജോൺ അബ്രഹാം വീട് ബുദ്ധനെ പോലെ ഉപേക്ഷിച്ചിട്ട് തെരുവ് എന്ന് കിടക്കുകയും അവിടെ നിന്ന് 2 പുകയൊക്കെ അടിച്ച് കള്ളൊക്കെ കുടിച്ച് നല്ല സിനിമ ചെയ്ത് ലോക പ്രശസ്തനാണ്. അപ്പം ഞാൻ പഠിച്ചപ്പോൾ ഇവിടെ അതൊരു നല്ല ജീവിതമാണ്. അപ്പോൾ ജോണിനെ പോലെ ആകുക. അപ്പോൾ സൗന്ദര്യം ഈ പെണ്ണുങ്ങളൊക്കെ എങ്ങനെ നോക്കും? സൗന്ദര്യം ഉണ്ടാക്കുന്ന മേക്കപ്പ് ചെയ്യുന്ന പെണ്ണുങ്ങളെ അടിപ്പിക്കാനും പെണ്ണുങ്ങൾ സൗന്ദര്യം ഉണ്ടാക്കുന്ന ആണുങ്ങളെ അടിപ്പിക്കാനാണ്. അത് നഷ്ടപ്പെട്ടു പോകത്തില്ല. ഞാൻ ഇച്ചിരി മസിലൊക്കെ വേണ്ടേ. അപ്പോൾ ആ ചെറുപ്പുറാത്തി ഓർത്തു ഇന്ന് ജിമ്മിലൊക്കെ പോകണം, നന്നായിട്ട് ബിൽഡറായിരുന്നു. സ്വാമി ജിമ്മ് തൊട്ട് ആലപ്പുഴ എല്ലാ ജിമ്മിലും ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് പ്ലെയറാണ്, ആർട്സിലും സ്പോർട്സിലും. അതറിയാമല്ലോ എല്ലാവർക്കും. ഞാൻ പോലീസിൽ ഒരുപാട് ജോലി കിട്ടിയത്, ഒരുപാട് വേക്കൻസി ഉണ്ടായിട്ട് നമ്മൾ ചാടിക്കളഞ്ഞ. അതുപോലെ അധ്യാപകനായിട്ടും പോയി. സിനിമ മാത്രമാണ്, സിനിമ ഒരു സന്യാസത്തിൻ്റെ ഭാവമാണ്, ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്. അപ്പം നല്ല സിനിമ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം പറഞ്ഞു വന്നത് തന്നെയല്ലേ നമ്മുടെ വിഷയം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് താങ്കൾ ചോദിച്ച ഇതാണ്, സൗന്ദര്യത്തെ ഞാൻ ഗൗരവമായിട്ട് കാണുന്നില്ല. കാര്യം സൗന്ദര്യം എൻ്റെ ആത്മാവിലാണ്. അതുകൊണ്ട് നമ്മൾ 16 വയസ്സുള്ള പേര് പറയുക, നക്ഷത്രം എന്ന് പറയുന്ന പെണ്ണ് പോലും ഇടാന്നാണ് വിളിക്കുന്നത്. ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ, നിൻ്റെ ബുദ്ധികളോ എൻ്റെ ബുദ്ധിയുണ്ട്, അതുകൊണ്ടല്ലേ നിന്നെ എനിക്ക് വിളിക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞു, നിൻ്റെ അമ്മ പോലും നിൻ്റെ മകളാണെന്ന് പറഞ്ഞു, നീ എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞു. ഓടി എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കടന്നിട്ട് ഫോണിൽ ഒലിപ്പിക്കാറുണ്ടല്ലേ? ഇല്ല അല്ലല്ല, അതെ. എനിക്ക് യൗവനം നിൽക്കുന്നത്, എൻ്റെ മനസ്സിലെ യൗവനം നിൽക്കുന്നത് സത്യം പറഞ്ഞ പ്രണയം നിൽക്കുന്നുണ്ട്. 30 വയസ്സിൽ 46 പ്രണയം ഉണ്ടായിരുന്നു ഈ ഫോണില്ലാത്ത കാലം തൊട്ട്. ഞാൻ രാജാവല്ല എൻ്റെ നാട്ടിൽ, ലോകത്തൊന്നുമല്ല കേട്ടോ. ഓഷോയുടെ അത്ര ഒന്നുമില്ല. OSHO ഓഷോയാണ് ആ 0 കാണിച്ചു കൊടുത്തത്, കേന്ദ്രം എവിടെയാണെന്ന്. തിരിച്ച് വന്ന് ഓഷോ കൊണ്ട് തീരുമ്പോഴും തുടങ്ങിയാൽ അവിടെ തന്നെ ജയിലിലൂടെ. അതെല്ലാം അന്വേഷിച്ചിട്ട് കൈ പോകണം ഇവിടെ. 2 കൈയും ചെന്ന് ചാകാൻ നേരത്ത് ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തല്ലേ, കേന്ദ്ര സ്ഥലത്തല്ലേ. അതിനുവേണ്ടിയല്ലേ മനുഷ്യന് ഈ പോരാട്ടം. എന്താണ് ശരിക്കും ലൈംഗികത കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഈ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. ലൈംഗികത എന്ന് പറയുന്നത് പിന്നെ ഒരു സ്ത്രീ ഒരു പുരുഷൻ 2 വിഭാഗക്കാരാണ്, ഒരിക്കലും അവരൊന്നല്ല. മനസ്സിലായി? ഇപ്പോൾ കോഴിയാണ് ആദ്യം ഉണ്ടായ മുട്ടയാണെന്ന് ചോദിക്കണ പോലെ. അപ്പോൾ സ്വയമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, സ്ത്രീയാണ് ആദ്യം ഉണ്ടായിരുന്ന ഒരു കാൽപ്പനിക സങ്കല്പം ഇവിടെ നിലനിൽപ്പുണ്ട്. ഒരിക്കലും ഞാൻ പറഞ്ഞ പുരുഷനാണ് ആദ്യമുണ്ടായത്. കാര്യം പുരുഷൻ ഉണ്ടാകുന്നതിന് കാരണം നമ്മൾ സൂര്യനെ പഠിച്ചാൽ മതി. സൂര്യനിൽ നിന്ന് പൊട്ടിത്തെറിച്ച് ഇതെല്ലാം ഉണ്ടായി. പുരുഷൻ സൂര്യൻ തന്നെയാണ്. ഭൂമി, അതാ പരാശക്തി സങ്കല്പം ഉണ്ടാകണം. എന്താണ് പരാശക്തി എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതീശ്വരിയാണ്. അപ്പം ഭൂമിയല്ലേ, അതല്ലേ നമ്മൾക്ക് തൊട്ട് വന്നിരിക്കുന്നത് നിലത്താണ്, അമ്മയോടുള്ള ബന്ധം കൊണ്ട്. അപ്പോൾ സ്ത്രീയും പുരുഷനും ഉണ്ടാകും. അപ്പോൾ ലൈംഗികത വരുന്നത് വശീകരണമാണ്. എമിൽ ബോൺസിൻ്റെ ഒരു പുസ്തകമുണ്ട് സെക്സിനെ കുറിച്ച്, എന്താണ് സെക്സ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ കുഞ്ഞിലേ പഠിച്ചതാണ്. ഈ താങ്കൾ ചോദിച്ച പോലെ പ്രണയവും പ്രേമവും കാമവും ഒക്കെ ഉണ്ടോ ശക്തമായി ഇന്നുകൊണ്ട് മരിക്കുവോളം കിടക്കുമ്പോഴും തിക്കുറിശ്ശി സുമാരന്മാർ കോട്ടയം ശാന്ത ചേച്ചിയെ കമൻ്റ് അടിച്ചിട്ടാണ് പോയത്. എന്നിട്ട് ഞാൻ തീരെയാണ്, എനിക്കൊരു എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് പോണൊരവസ്ഥയുണ്ടല്ല. അത് തുറന്നു പറയണ എന്താണെന്ന്, ഇത് ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ ആദ്യത്തെ ജോൺ അബ്രഹാം തുണിയില്ലാതെ അഭിനയിച്ചത്. ഇപ്പോഴീ ഓറയിലൊക്കെ എൻ്റെ ലിംഗം വരെ കാണിക്കുന്നുണ്ട്. എനിക്കതിനൊന്നും മടിയില്ല. എൻ്റെ പല്ല് കളഞ്ഞാലും എൻ്റെ ഈ സ്ഥൂല ശരീരത്തിൽ എൻ്റെ ആത്മാവ് നിലനിന്ന് വന്നാൽ മതി. ബുദ്ധി കൊണ്ടാണ് ജീവിക്കുന്നത്, അല്ല എൻ്റെ ശരീരം ആവശ്യമൊന്നുമില്ല. ഇതിനകത്തേക്ക് ലിംഗാധരനായൊരു മനുഷ്യനുണ്ട്,
ലിംഗം ഭാഷാപരമായ ലിംഗമുണ്ട് അല്ല, സ്ത്രീലിംഗം പുരുഷലിംഗം. ഞാൻ പറഞ്ഞ ലിംഗമാണ്, അല്ല മറ്റേ ലിംഗമായിട്ട് ചിന്തിക്കരുത്. ലിംഗാധരൻ ഒരു പുതിയ വാക്കാണല്ലോ. ലിംഗാധരൻ ശിവനാണ്, ലിംഗം കൊണ്ട് ജീവിക്കുക. ലിംഗാധരൻ കൊള്ളാം. ശിവൻ പറഞ്ഞ എന്തുവാ, എടാ പോരാടുക, നീ വിജയിക്കും. പുള്ളി തോക്ക് ഇതെടുത്ത് തന്ന കാര്യം ഇത് ചിന്തിക്കുമ്പോഴാണ് സെക്സ് തോന്നണത്. അത് ചിന്തിക്കാതിരിക്കാനാണ് സന്യാസത്തിൽ പോകണത്. അവിടെ ചെല്ലുന്നത് കടുക്കാ കഴിക്കണ പോലെ ലിംഗത്തിൻ്റെ 2 വരിയോടെ ചൂടും. എൻ്റെ വരിയോടെയൊക്കെ നോക്കി. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് അവസാനം എനിക്ക് ലിംഗ ഉൽപാദനങ്ങളും അതിൻ്റെ പ്രയോഗവും സെക്സൊക്കെ ചെയ്ത് ജീവിച്ച് മരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതോടുകൂടി സന്യാസം വിട്ടോ? സന്യാസികൾ ചെയ്യേണ്ട അതാ. സന്യാസികൾ അത് വിടുന്നത് തെറ്റാണ്. ഗൃഹാതരത്വം കൂടി നോക്കണം. എൻ്റെ അവസാനത്തെ ഗുരു കൊറോണ വന്ന് മരിച്ചുപോയി. പുള്ളി പറഞ്ഞ്, നീ വാൻറ്റും ജീൻസൊക്കെ ഇട്ട് സന്യാസിയാൽ മതി, നീ കാവ്യൊന്നും എടുക്കണ്ടെന്ന് പറയും. അതുപോലെ തന്നെ നിത്യചൈതന്യയുടെ യതി ആത്മമിത്ര സ്വാമി, പുള്ളി എന്നോട് പറഞ്ഞു, ഒരുപാട് സന്യാസികൾ കൂട്ടുകാരുണ്ട്, അവർക്കൊക്കെ എൻ്റെ സ്വഭാവം അറിയും. ഞാൻ സന്യാസിയായിട്ട് നടക്കണ കറുപ്പും ഇട്ടുണ്ട്, മനസ്സിലാ. കറുപ്പും സന്യാസത്തിൻ്റെ വേഷമാണെന്നേ. നമ്മൾ തമസല്ലോ സുഖപ്രദം എന്ന് പറയാം. ഇരുളിൽ നല്ല പ്രകാശം ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ദൈവത്തെ കാണാൻ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളിലുള്ള അജ്ഞത മാറിയിട്ട് പ്രകാശപൂരിതമായൊരു ഫലം കിട്ടണമെന്നും പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിനെ പറയേണ്ട കാര്യമില്ല. പക്ഷേ ബാദരായണനും ബുദ്ധനും പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, നിൻ്റെ മനസ്സാണ് ദൈവം. ഞാൻ മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന്. പിന്നെ പാട്ടാണ് എൻ്റെ ഗുരു എഴുതിയതാണ്. ആലപ്പിരംഗ മാഷാണ് എൻ്റെ സംഗീതത്തെ ഗുരു നമിക്കുന്നത്. അപ്പോൾ സിനിമയുടെ സമസ്ത മേഖലകളിലും പ്രവർത്തിച്ച ഒരാളാണ്. ഉറപ്പായിട്ടും. ഇനി എന്താണ് പുതിയൊരു പ്രോജക്റ്റ്, എന്താണ് ഇനി, എന്താണ് മുന്നോട്ടുള്ള വഴികൾ? ഇപ്പോൾ ഇറക്കാൻ നിൽക്കുന്ന ബുദ്ധ അംബേദ്കറിസം, വഞ്ചനയുടെ പ്രത്യയശാസ്ത്രം പുസ്തകം എഴുതുക. എത്രത്തോളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്? 50-നടുത്തുണ്ട്. 50-നടുത്ത് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ചരിത്ര പുസ്തകങ്ങൾ, ഗാനങ്ങൾ, പിന്നെ അതുപോലെ ലോക സാഹിത്യങ്ങളെക്കുറിച്ചുള്ളത്, ചിത്രകലയെക്കുറിച്ചുള്ള, ആയുർവേദത്തെക്കുറിച്ചുള്ളത്, യോഗാശാസ്ത്രത്തെക്കുറിച്ചിട്ടുള്ള, താന്ത്രിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരുപാട് പുസ്തകങ്ങൾ. അങ്ങനെ ഇനിയിപ്പോൾ 50-ന് മുകളിൽ എഴുതിയതിരിക്കണേ. തീർന്നു പോകണം. ഞാനങ്ങനെ പ്രസിദ്ധീകരിക്കുമെന്ന് അറിയുമല്ലോ. പിന്നെ മക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട്, 5 എണ്ണം ഉണ്ട്. മൂത്തവനിപ്പോൾ എൻ്റെ SI സെലക്ഷൻ കിട്ടിയെന്ന് പറയാണ്. കഴിഞ്ഞ പെണ്ണുമ്പിള്ള സിനിമ അടിയെന്ന് പറഞ്ഞില്ല, അവൾ എന്നോട് വിളിച്ചു കഴിഞ്ഞാൽ പറയും, നിങ്ങളെ സ്വഭാവം അവനൊന്നും പോലീസിലൊന്നും നിൽക്കത്തില്ലെന്ന്. ഇപ്പോഴവരോട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ട്. ഉണ്ട്, മക്കൾ വാട്സപ്പിലും അവിടെ ഇവിടെയൊക്കെ വന്ന് വിളിക്കുകയും പിടിക്കുകയും ചെയ്യും. അമ്മ ബ്രേക്ക് ഇടും, അത്രേ ഉള്ളൂ. എനിക്ക് അവരോടൊന്നും ഒരു വെറുപ്പില്ല. എൻ്റെ കൂടെ കഴിഞ്ഞവളെ ഇന്നും ഞാൻ പ്രണയിക്കുന്നു, ഇവളെയും പ്രണയിക്കുന്നു. സത്യത്തില് നേരത്തെ പറഞ്ഞ എണ്ണമില്ലാത്ത പ്രണയങ്ങളുണ്ടായിരുന്നു. അതെ, ഇപ്പോഴും അങ്ങനെയുള്ള പ്രണയങ്ങൾ തുടരും. ഉറപ്പായിട്ടും. ഇപ്പോഴും ഞാൻ വേണ്ട വല്ലവരുമൊക്കെ ചിലപ്പോൾ നമ്മളെ ബ്ലോക്ക് ചെയ്ത്, അല്ലെങ്കിൽ അവൻ എൻ്റെ കണ്ടൻസ് എടുക്കുന്ന ബ്രെയിനുള്ളവൻ ഫോണിൽ നിന്ന് നമ്മളെ ഹാക്ക് ചെയ്യാനുള്ള പരിപാടി ഉണ്ടാവില്ല. അവന്മാർക്കറിയാൻ പറ്റും. എനിക്ക് ഇന്നലെയും രാത്രി പ്രണയമായിട്ട് വിളിയാണ്. ഞാൻ അതിൽ നിന്ന് ഒഴിവായി പറഞ്ഞ്, ഞാൻ സാമിയാണെന്ന് പറയുന്നിട്ടും പ്രണയിക്കുന്ന പെണ്ണുണ്ടായിരുന്നു. സാമിയാണോ ആസാമിയാണോ എന്ന് കണ്ടറിയാം. ഇനി ആരെങ്കിലും പോക്സോ കേസുമായിട്ട് വരുമോ? പോക്സോ കേസ് വരാനാണെങ്കിൽ നിരവധി തവണ ഉണ്ടാകേണ്ടതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാം, ഇത് ഈ പ്രകൃതി നിയമമാണ്, ആണും പെണ്ണുമായിട്ട് അടുക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു നിയമങ്ങൾ ഇപ്പം നമ്മുടെ സൂപ്പർ സ്റ്റാറായ ഒരു നടൻ ഇതുപോലെ ഒരു പ്രശ്നത്തിൽ ചെന്ന് ആടിയപ്പം അയാൾ ആ ചോദ്യം ചോദിച്ചതാണ്. ഞാനും ആ ചോദ്യമേ ചോദിക്കുകയുള്ളൂ. കാര്യം ഇതൊന്നും നിയമത്തിൻ്റെ പരിധിയിലുള്ള സംഭവമല്ല. ഒരു കുഞ്ഞു കുട്ടി, എന്തിന് 6 വയസ്സുള്ള നബി ഒരു പെൺകുച്ചിനെ വിവാഹം കഴിച്ചത്? അയാളൊരു വയസ്സനല്ലേ, ലൈംഗികതയൊന്നും നടന്നിട്ടില്ല. 1-ാം തരം ലൈംഗികത നടന്നു. പീഡന കേസിൽ അത് വെച്ചിട്ടല്ലേ അവിടെ ഒരു ജഡ്ജിയായിട്ടിരിക്കുന്ന ആൾ. ഇപ്പോൾ ഖുറാൻ പഠിച്ചേച്ചും വന്നിട്ടല്ലേ ഒരു ജഡ്ജി ആകുന്ന മുസ്ലിം ഒരു ഉദ്യോഗസ്ഥനുണ്ടാകുന്നത്. ഉദ്യോഗസ്ഥൻ ഖുറാൻ്റെ മനസ്സ് വെച്ച് എങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? 6 വയസ്സുള്ള കൊച്ചിനിങ്ങനെ പീഡന കേസിനാക്കി വിധി എഴുതാൻ പറ്റുമോ? ഖുറാൻ പറയണ തെറ്റാണ്, ഭരണഘടനയും തെറ്റാണ്. അപ്പോൾ ഖുറാനാണ് ശരി, ഭരണഘടനയാണ്. ഞാൻ ഖുറാനെ മാത്രം പറയുകയാണ്. ബൈബിളാണേലും ഗീതയായാലും എല്ലാത്തിലും അതിനകത്ത് മാലിന്യങ്ങളുണ്ട്. അതൊക്കെ എടുത്ത് കളയുക. നല്ല സാധനം അതിനകത്തുണ്ട്, എടുക്കൊണ്ട് പുതിയ കാലത്ത് കൊണ്ട് പരിഷ്കരിക്കുക തിയോളജിക്കലായിട്ട്. ഹിന്ദു മതമായാലും പുതിയ പുസ്തകത്തിൻ്റെ എഴുത്തിലാണ്. പുസ്തകം ഗൗരവമായിട്ട്. കാര്യം ദളിതർ പഠിക്കണം. ദളിതരിപ്പോൾ വലിയ അപകടത്തിലാണ്, മരണതുല്യമാണ്. ഞാൻ അവർക്ക് വേണ്ടി ഈ ലോകം മൊത്തമുള്ള അയ്യങ്കാളിയുടെ, അംബേദ്കറിൻ്റെയൊക്കെ പ്രതിമ എൻ്റെ കൊച്ചു പ്രായത്തിൽ മന്ത്രി, അന്നത്തെ ഇവിടുത്തെ മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാർ വരെ വന്ന് എൻ്റെ ശില്പങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ അംബേദ്കറിൻ്റെ. പക്ഷേ അംബേദ്കർ പഠിച്ച് വന്നപ്പോൾ അംബേദ്കർ ചെയ്തു വെച്ചിരിക്കുന്ന ഫിലോസഫിയുടെ അപ്പുറത്ത് ബുദ്ധനെ തലകീഴാക്കി വെച്ചിരിക്കുന്നു. ഞാനിത് വരച്ച് വെച്ചിരിക്കണം, കേട്ടോ. അത് നോക്കിക്കോ, ട്രോഫിയാണ്. ബുദ്ധനെ പുള്ളി ഒരു ട്രോഫിയായിട്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ പുള്ളിയുടെ ജീവിതം പരിശോധിച്ചപ്പോൾ ഒരുപാട് വിഷയം. പുള്ളി ആ ബ്രാഹ്മണ നമ്പൂതിരി
അവർക്കെതിരെ ആര്യന്മാർക്കെതിരെ ഇത് പുള്ളി ആര്യദ്രാവിഡ വിഷയം തെറ്റാണെന്ന് പറയുന്ന ആളാണ് കേട്ടോ, അതുകൂടി പഠിക്കണം. ഈ ദളിതർ അല്ലെങ്കിൽ പിന്നോക്കക്കാർ ആദിവാസികൾ പഠിക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് ദളിതും പട്ടികജാതിയും പട്ടികവർഗത്തിൻ്റെ പേരിൽ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അവർ ഒന്നാം തരം ദ്രാവിഡരാണ്, അവർ ഈ ചേരവംശരാണ്, കേരളം ഭരിച്ചവരാണ്. അവർ ഈ അയ്യങ്കാളി എന്നുള്ള മഹാനെയാണ് ഉയർത്തേണ്ടത്. പുള്ളിക്ക് ഈ ധർമ്മമായിട്ട് ബന്ധമുണ്ട്, ഇദ്ദേഹം ഈ ധർമ്മം വെടിഞ്ഞ ഒരാളാണ്. നമ്മളതാ എൻ്റെ കുടുംബത്തിൽ എൻ്റെ തന്ത എൻ്റെ ധർമ്മം വെടിഞ്ഞാൽ ഞാനെടുക്കത്തില്ല. അംബേദ്കർ ധർമ്മം വെടിഞ്ഞു പോയി, നമ്മളുടെ നിന്ന് വിട്ടുപോയി. സ്വത്വമാണ് വേണ്ടത്. ഈ രാമനെയ കൃഷ്ണനെ ഇവർ കാളിയായാലും ഇതെല്ലാം കറുത്ത ദൈവങ്ങളാണ്, ആദിവാസികളാണ്. അവരെയൊക്കെ ഈ നമ്മൾ ഗുരുതുല്യനായിട്ട് കാണുന്നത് രവിവർമ്മയൊക്കെ മനസ്സ് ഗുരുക്കന്മാരാണ്. ഗുരുവൊക്കെ അവരൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത് തെറ്റാണത്. ആ ദൈവങ്ങളൊന്നും ഒരു ദൈവവുമല്ല, പുള്ളിയുടെ ഭാവനയിലുണ്ടാക്കിയ സരസ്വതിയെ പുള്ളി വരച്ചത് ഒരു വേശി തെരുവിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന അറിയാലോ. രവിവർമ്മ വരച്ച സരസ്വതിയായിട്ട് വീണയും പിടിച്ചിരിക്കുന്ന പടം ഒരു വേശിയുടേതാണ്. അപ്പം പിന്നെ അതിനെന്ത് അർത്ഥമുണ്ട്? അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അംബേദ്കറിസം പഠിക്കണം. അംബേദ്കറിസം പഠിക്കുമ്പോൾ അംബേദ്കറിൻ്റെ ഫണ്ടമെൻ്റലിസത്തിൽ വന്ന അപജയങ്ങൾ കൂടി, ഞാൻ മാർക്സിനെ പഠിക്കുമ്പോൾ കാറൽ മാർക്സിലെ ആൻറ്റി മാർക്സിസ്റ്റുകളെ കൂടി, അൽത്തൂസർ, ഗ്രാംസി, ഇങ്ങനെ എഡ്വിൻ ക്യാപിറ്റലിസത്തെ ബേസ് ചെയ്ത, പിന്നെ മാർക്സ് എന്തുകൊണ്ട് ഹെഗലിനെ തേടിപ്പോയി, ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കണത്. എന്ന് പറഞ്ഞാൽ ശരിക്കും ഇദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ഈ അംബേദ്കർ മനസ്സിലാക്കേണ്ട ഒറ്റ ഒരു കാര്യമുള്ളായിരുന്നു, അംബേദ്കർ ഈ ജനതയെ ഒന്നിച്ച് ഒരു രാഷ്ട്രീയത്തിൽ കൊണ്ട് കെട്ടരുതുമായിരുന്നു. പുള്ളി കൊണ്ട് കുറേ പേരെ വിറ്റ് കളഞ്ഞു, അടുത്ത് കൊണ്ടുപോയി ഒരു മതം ഉണ്ടാക്കി അതിനകത്താക്കി. അവിടെ ഇപ്പോൾ എങ്ങനെ ബുദ്ധമതം ഇന്ത്യയിൽ നിൽക്കുന്നത് 2 മതമാണ്, SC ST. ബുദ്ധമതത്തിന് പട്ടികജാതി അനുവദനീയമാണ്, ഭരണകൂടം പുള്ളി എഴുതി വെപ്പിച്ച ആളാണ്. ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളതെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്, സിഖ് മതത്തിന് ഇതിനുമുണ്ട്. അപ്പോൾ പട്ടികജാതിക്കാരെ അടിച്ചമർത്തുന്ന ഒരു വർഗത്തെ പുള്ളി ഉണ്ടാക്കി കൊടുത്തു, മുകളിലേക്ക് ഒരു 2 വർഗത്തിൽ പുള്ളി അന്നത്തെ സവർണർക്ക് വേണ്ടി കൂട്ടി നിന്നിട്ട് പുള്ളി താഴത്തോട്ട് അത് അവരുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി പരാജയപ്പെട്ടും വന്നിട്ട് പുള്ളി പിന്നെ ഇവരെങ്ങനെ കൂട്ടാവുമെന്നും പറഞ്ഞ്, ഞാൻ ഭരണഘടനാ ശില്പി എന്ന് പറഞ്ഞ് ഈ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയത്, എല്ലാവർക്കും വേണ്ടിയാണ് ഭരണഘടനാ ശില്പി. പുള്ളി ദളിതർക്ക് വേണ്ടി എന്ത് ഫിലോസഫി ഉണ്ടാക്കി? ഞാൻ ചോദിക്കണം, എൻ്റെ ആത്മാവ് കൊണ്ട് എൻ്റെ അറിവുകളുടെ അറിവില്ലെങ്കിൽ അവർ പറയട്ടെ, എന്നെ തെറി പറയാതെ. എൻ്റെ സഹോദരങ്ങൾ, ഞാൻ ഈ വംശത്തിൽ പറഞ്ഞ ഒരാളാണ്, എനിക്ക് തരേണ്ടത് അദ്ദേഹം ഫിലോസഫിക്കലായിട്ട് എന്താണ്. ഇപ്പം സംഘപരിവാർ പ്രസ്ഥാനത്തിനൊരു ഫിലോസഫി ഉണ്ട്, ദീനയാൽ ഉപാധ്യായയുടെ ഏകാത്മ മാനവദർശനമാണ്. കാറൽ മാർക്സിന് ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പേര് ക്യാപിറ്റലിസത്തെ ബേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ മാർക്സിസം അല്ലെ മാവോയുടെ ചിന്ത അല്ല, ഇവർക്കെല്ലാം ബുദ്ധ ദർശനമുണ്ട്. പുള്ളി ബുദ്ധ ദർശനമാണ് എടുത്തത്, പുള്ളിക്ക് ദർശനം ഇല്ലാത്തതുകൊണ്ടല്ലേ. പുള്ളി ലോക ഫിലോസഫി ഒക്കെ പഠിച്ച് അക്കാഡമി അങ്ങനെ പഠിച്ചിട്ട് കഥയുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കാൻ എന്തെല്ലാം ലോകത്ത് വിദ്യാഭ്യാസമുള്ള ഉന്നത ദളിതരും ആദിവാസികളൊക്കെ കളക്ടറും ഒക്കെ ആയിരിക്കുന്ന സമയമാണ്. നമ്മളിപ്പോഴും ഈ ദളിതർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അംബേദ്കറിസം വലുതെന്ന് പറഞ്ഞാൽ ഒരു മഹാത്മാ അയ്യങ്കാളി എടുത്ത് വെക്കുക. ആ സാധുജന പരിപാലന സംഘടനയുണ്ട്, അദ്ദേഹം നെഞ്ചിലേറ്റ് കേരളത്തിൽ 30 വർഷം കഷ്ടപ്പെട്ട് എന്തെല്ലാം പോരാടി. ആ മനുഷ്യനില്ല കേരളം ഉണ്ടാകത്തില്ല. ഈ പുലേനെ പറയാനാ ഇവിടെ അല്ല, മറ്റുള്ള പിന്നോക്ക ഈഴവനൊന്നും ഇവിടെ നിന്ന് നടക്കാൻ പറ്റത്തില്ല. ഇന്നും ഒരു ഹിംസാത്മക രാജ്യമാണ്, മഹാത്മാ അയ്യങ്കാളി മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ മഹാത്മാ അയ്യങ്കാളിയുടെ പടത്തിൻ്റെ സോങ് ഇപ്പം ചെയ്ത് തീരാറായി. പുള്ളി വിദേശത്താണ്. അയ്യങ്കാളി പടം എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോണ പടം. അത് ഇതിൻ്റെ കൂടെ നടക്കുകയാണ്. എൻ്റെ ബാക്കിയുള്ള ലൊക്കേഷനൊക്കെ കണ്ട് ആർട്ട് വർക്ക് നടക്കുന്നുണ്ട്. പടം എൻ്റെ ഒരു സഹോദരൻ എൻ്റെ ഇതിൽപ്പെട്ടവൻ തന്നെ ഒരു പടം ചെയ്യുന്നുണ്ട്. ആ ചെറുക്കൻ, ഞാനത് പറയാൻ പോലുള്ളത് വിവാദ വിഷയമാവും. ആ വിഷയം മമ്മൂട്ടി വരെ ബാധിക്കുന്നതാണ്. ഞാൻ ആ വിഷയം പറയുന്നില്ല, അത് പറഞ്ഞ വിവാദങ്ങളാണ്, കേരളത്തിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ആ വിഷയം പറഞ്ഞു. കാര്യം മഹാത്മാ അയ്യങ്കാളി, സാധുജന അയ്യങ്കാളി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഇറങ്ങാൻ പോകുന്ന പടം നട്ടല്ലുറപ്പ്, സാംസ്കാരിക ബോധമുള്ള, ഗവേഷണ ബോധമുള്ള, ഭൗതിക ശേഷിയുള്ള, നട്ടല്ലുറപ്പുള്ളവർ ഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഒരാൾ ഏൽപ്പിച്ചതാണ്. അത് വേറെ ആരുമല്ല, അയ്യങ്കാളിയുടെ ചെറുമകൻ P ശശിധരൻ്റെ സാറ്. നീ അയ്യങ്കാളിയുടെ ചലച്ചിത്രം ചെയ്യണമെന്ന്, അദ്ദേഹം അവിടുത്തെ പ്രതിമ മാറ്റണമെന്ന് പറഞ്ഞു. വെങ്ങാനൂർ അറിയാമല്ലോ, പാഞ്ചജന്യം. അപ്പോൾ അത് മാറ്റാൻ ഞാൻ തയ്യാറായി. ഇതുവരെ എനിക്ക് സാധിച്ചിട്ടില്ല. എൻ്റെ വിശപ്പ്, ഞാൻ ഈ അലഞ്ഞലഞ്ഞ് സമരം ചെയ്യുക. ഇത് കണ്ട് അസ്ഥി പോലെ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കണം. ഈ പുസ്തകത്തിനകത്ത് ദളിതർ ദ്രാവിഡ ദർശനത്തിലേക്ക് എത്തണം, അതാണ് സബ്ജക്റ്റ്, എൻ്റെ സബ്ജക്റ്റ്. ഇതെല്ലാം അംബേദ്കറിനെ തകർക്കാനല്ല, ദ്രാവിഡ ഒരു സൈന്ധവതയുണ്ട്, അതും ജാതിയും മതമൊന്നുമില്ല. അതാണ് എൻ്റെ ദർശനം. അതിന് ഞാൻ HDP എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഉണ്ടാക്കി. എന്ത് വിഷയങ്ങളായാലും തുറന്നു പറച്ചിലുകൾക്ക് യാതൊരു മടിയുമില്ലാത്ത വ്യക്തിത്വമാണ് രുദ്ര ദിലീപ്.
ചിത്രകാരനായി, ശില്പിയായി, എഴുത്തുകാരനായി, സിനിമാ സംവിധായകനായി സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം. പക്ഷേ ഇദ്ദേഹത്തെ പലപ്പോഴും ആളുകൾ അറിയാതെ പോകുന്നു, അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തിരിച്ചറിയാതെ പോകുന്നു. വളരെ നല്ലൊരു വ്യക്തിത്വത്തിനുടമ കൂടിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ജീവിതകഥ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. നന്ദി.